ഇന്ത്യയുമായുള്ള സംഘർഷം ശക്തമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. സൈനിക മേധാവി അസിം മുനീറിനെ കസ്റ്റഡിയിലെടുത്തതെന്നും സൈന്യത്തിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ മുനീറിന്റെ രാജി ആവശ്യപ്പെട്ടുവെന്നുമാണ് സൂചന. പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സഹിർ ഷംഷാദ് മർസിയാണ് മുനീറിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. പാക് സൈന്യത്തിന്റെ ഉന്നതതലത്തിൽ ഭിന്നിപ്പ് വ്യക്തമാക്കുന്നതാണിത്. മുനീറിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക കോടതിയുടെ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും സൂചനയുണ്ട്. ഷംഷാദ് മർസ സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുത്തതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ഇതിനിടയിൽ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി. റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് PTA പ്രതിഷേധവും നടത്തി. പഹൽഗാം ആക്രമണത്തിന്റെ മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങളിലെ ലക്ഷ്യം വെച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തിരിച്ചടിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകൾ വ്യാപകമായിരുന്നു. ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി മാത്രമല്ല, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഉൾപ്പെടെ നടത്തുന്ന ആഭ്യന്തര കലഹങ്ങളും സംഘർഷങ്ങളും പാകിസ്ഥാനെ വലയ്ക്കുകയാണ്. അതിനിടയിലാണ് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാനെ രക്ഷിക്കാൻ കഴിയുന്ന ഏക നേതാവ് ഇമ്രാൻഖാൻ മാത്രമാണെന്ന് ഇമ്രാൻഖാൻ അനുകൂലികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അഴിമതി കേസിൽ 14 വർഷത്തെ തടവ് ശിക്ഷയ്ക്കാണ് ഇമ്രാൻഖാന് വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇമ്രാൻഖാൻ. അഴിമതി, ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തൽ തുടങ്ങിയ 100 കേസുകളിൽ ഇമ്രാൻഖാൻ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഇമ്രാനോട് സർക്കാർ ഉപദേശം തേടണമെന്നും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ആവശ്യപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ത്യയുടെ ശക്തമായ ആക്രമണങ്ങളും ആഭ്യന്തര കലഹങ്ങളും ജലപ്രതിസന്ധിയും അന്താരാഷ്ട്ര രംഗത്ത് നിന്നുള്ള തിരിച്ചടിയും പാകിസ്ഥാൻ സർക്കാരിന് മുന്നിൽ സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.